ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ എൻ വാസുവിനെ കുരുക്കി കൂടുതൽ തെളിവുകൾ. കട്ടിളപ്പാളി പോറ്റിക്ക് കിട്ടിയത് വാസുവിൻ്റെ നീക്കത്തിൽ. ദേവസ്വം ബോർഡിനോട് ശുപാർശ ചെയ്തത് വാസു. പാളികൾ പോറ്റിക്ക് കൈമാറാം എന്ന ഫയലിൽ മാസ തയ്യാറാക്കുമ്പോൾ ചെമ്പെന്ന് രേഖപ്പെടുത്താൻ നിർദ്ദേശം. പ്രജിത് മോഹനൻ ചേരുന്നു വിശദമായ വിവരങ്ങളുമായി. പ്രജിത, ഇപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് 1, 5, 6, 7 പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തതിൽ നിന്നും വെളിവായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം കമ്മീഷണറായിരുന്ന 3-ാം പ്രതി എൻ വാസുവിനെ വിശദമായി ചോദ്യം ചെയ്തതും വാസുവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതുമെന്ന് ഈ റിമാൻഡ് റിപ്പോർട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല, ഇയാളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും എന്നും ശശിധരൻ എസ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് റിമാൻഡ് റിപ്പോർട്ടിൽ. കൂടുതൽ തെളിവുകൾ വാസുവിന് കുരുക്കാവുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ റിമാൻഡ് റിപ്പോർട്ടിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ ഒന്ന്, വാസുവിന്റെ പങ്ക് നേരത്തെ തന്നെ നമ്മൾ ജനം ടി വി അടക്കം പുറത്തുവിട്ട തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതേ കണ്ടെത്തലുകളുമായി അന്വേഷണ സംഘം ഇപ്പോൾ വാസുവിനെ കുരുക്കിയിട്ടുണ്ട്. വാസുവിനേക്കാളും അപ്പുറത്തേക്ക് ഇതിൽ ഏറ്റവും നിർണായകമാകുന്നത് അന്നത്തെ ദേവസ്വം ബോർഡിനും ഇതിൽ കൃത്യമായ കുരുക്കൊരുക്കി വെച്ചാണ് ഈ റിമാൻഡ് റിപ്പോർട്ട് അന്വേഷണ സംഘം സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു. അതിൽ അന്വേഷണ സംഘം പറയുന്നത് ഒന്ന്, ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പത്മകുമാറിന് കൂടി തിരിച്ചടിയാകുന്നതാണ് അന്വേഷണ സംഘം കോടതിയിൽ നൽകിയിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം അന്നത്തെ ദേവസ്വം ബോർഡിനും ഈ സ്വർണം ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയതിൽ അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് ഈ പറയുന്ന രീതിയിൽ ഇനി ഒളിച്ചുകളി തുടരാനാകില്ല എന്നുള്ളത് കൂടിയാണ് അന്വേഷണ സംഘം റിമാൻഡ് റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കുന്നത്. സ്വർണം പൂശി എന്ന പരാമർശം വാസു മനഃപൂർവ്വം അത് ഒഴിവാക്കിയിരിക്കുന്നു. ഇതിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരുടെ മൊഴിയിൽ, അതായത് നേരത്തെ സുധീഷ് കുമാറും മുരാരി ബാബുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും നൽകിയ മൊഴിയിൽ വാസുവിന്റെ പങ്ക് വ്യക്തമാണെന്ന് അന്വേഷണ സംഘം ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സ്വർണം പൂശിയ കട്ടിളപ്പാളിയാണെന്ന കാര്യം വാസുവിന് അത് കൃത്യമായി അറിയാമായിരുന്നു. എന്നിട്ടും സ്വർണം ചെമ്പാക്കാൻ വാസു ഗൂഢാലോചന നടത്തിയിരിക്കുന്നു. സ്വർണം പൂശി എന്ന പരാമർശം അന്നത്തെ ദേവസ്വം കമ്മീഷണറായിരുന്ന വാസു മനഃപൂർവ്വം ഒഴിവാക്കിയതാണെന്നും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ രേഖ വെച്ചാണ് ദേവസ്വം ബോർഡ് പിന്നീട് തീരുമാനങ്ങൾ എടുക്കുന്നത്. ആ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡ് ആകട്ടെ എന്ത് ചെയ്തു? അതിൽ കൃത്യമായി ഒരു പരിശോധന പോലും നടത്താതെ സ്വർണ്ണപ്പാളികളാണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ചെമ്പ് പാളികളാക്കി എന്നുള്ള കണ്ടെത്തൽ അവരുടെ, അല്ലെങ്കിൽ ചെമ്പ് പാളികളാക്കി എന്നുള്ള പരാമർശം തങ്ങളുടെ മുന്നിൽ ഇരിക്കുമ്പോൾ അതിലൊരു നടപടിയും സ്വീകരിക്കാതെ വാസുവിന് ഈ തട്ടിപ്പിൽ ഒത്താശ ചെയ്തു. അപ്പോൾ ഇനി ആ ഗൂഢാലോചനയിൽ പത്മകുമാർ അടക്കമുള്ളവർക്ക് പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് വ്യക്തത വരിക പത്മകുമാറിനെ വിളിച്ചിരുത്തി ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും. എന്തായാലും ഒരുപക്ഷെ ഈ പത്മകുമാർ വീണ്ടും സാവകാശം തേടിയ സാഹചര്യമുണ്ട്. അതിൽ അന്വേഷണ സംഘം ഏത് തരത്തിലുള്ള നിലപാട് സ്വീകരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അത് അന്വേഷണ സംഘം ഒരുപക്ഷെ പത്മകുമാറിനെ നേരിട്ട് അറസ്റ്റ് ചെയ്യുന്നടക്കമുള്ള നടപടികളിലേക്ക് പോകുമോ എന്നുള്ളത് അത് നമുക്ക് പിന്നീട് മാത്രമേ അറിയുകയുള്ളൂ. എന്തായാലും പത്മകുമാറിന് ചോദ്യമുന്നിലേക്ക് വരേണ്ടി വരും. ഒഴിഞ്ഞു നടന്നാൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. ഇതിൽ ഈ വാസുവിനെ അറസ്റ്റ് ചെയ്യാനിടയായ അതേ സാഹചര്യം തന്നെയാണ് പത്മകുമാറിന്റെ കാര്യത്തിലും നിൽക്കുന്നത്. നമ്മൾ ഇതിൽ എടുത്തു കാണേണ്ടത്, ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് മുരാരി ബാബു, സുധീഷ് കുമാർ, പിന്നീട് വാസു, ഇപ്പോഴിതാ പത്മകുമാറിലേക്കും അന്വേഷണം എത്തുന്നു എന്നുള്ളൊരു ഘട്ടത്തിലാണ് ഈ റിമാൻഡ് റിപ്പോർട്ട്. അത് ദേവസ്വം ബോർഡിനും കൃത്യമായി ഈ പറയുന്ന രീതിയിൽ അറിവുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള ഈ സ്വർണ്ണപ്പാളി ചെമ്പുപാളിയാക്കി മാറ്റിയതിൽ എന്നതടക്കം കൃത്യമായി ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും പത്മകുമാർ ഈ കമ്മീഷണറായിരുന്ന, ദേവസ്വം കമ്മീഷണറായിരുന്ന വാസു അല്ലെങ്കിൽ വാസു എഴുതി നൽകിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ വാസുവിന്റെ നിർദ്ദേശങ്ങൾ, മുന്നോട്ട് വെച്ച ഉത്തരവുകൾ, അതൊക്കെ പത്മകുമാർ അംഗീകരിച്ചിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും വാസുവും പത്മകുമാറും ചേർന്നൊരു ഗൂഢാലോചനയിലേക്ക് അന്വേഷണ സംഘം സംശയമുനകൾ നീട്ടുന്നു എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അനിൽ. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ എൻ വാസുവിനെ കുരുക്കി കൂടുതൽ തെളിവുകൾ. കട്ടിളപ്പാളി പോറ്റിക്ക് കിട്ടിയത് വാസുവിൻ്റെ നീക്കത്തിൽ. ദേവസ്വം ബോർഡിനോട് ശുപാർശ ചെയ്തത് വാസു. പാളികൾ പോറ്റിക്ക് കൈമാറാമെന്ന് ഫയലിൽ. മാസ തയ്യാറാക്കുമ്പോൾ ചെമ്പെന്ന് രേഖപ്പെടുത്താൻ നിർദ്ദേശം. പ്രജിത് മോഹനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.